ഹലോ ഗൈസ്, ഇന്ന് പുതിയ വീഡിയോ ഇട്ട് വന്നേക്കണത് നമ്മുടെ മമ്മൂട്ടിക്കാട് മോഹൻലാലിക്കാട് ഒരു സിനിമ റിലീസാകാൻ പോയല്ലേ. അപ്പം അതിൻ്റെ പ്രസ് മീറ്റാണ് ഹയാത്ത് ഹോട്ടലിൽ വെച്ചിട്ടാണ്. ചോദ്യങ്ങളായി അവരുടെ മറുപടികളായി അപ്പോൾ നമുക്ക് തുടങ്ങാം. മേ ബി ഐ വുഡ് ലവ് മഹേഷ് സർ ടു പ്ലീസ് സ്റ്റാർട്ട് ടോക്കിംഗ്. വന്നിരിക്കുന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഇതൊരു ലോങ് ജേർണി ആയിരുന്നു സിനിമ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിനിമ ആയിരുന്നില്ല. സോ ഐ ആം താങ്ക്ഫുൾ ടു എവരിബഡി. ഇതിൻ്റെ നിർമ്മാതാക്കൾ, കാസ്റ്റും ആൻഡ് ഒരു വിധത്തിലും കോംപ്രമൈസ് ഇല്ലാണ്ട് ചെയ്ത് ആൻഡ് ഒരു ഷോട്ടിനും I have never seen what you call Mahesh sit down. He has had the same energy and same attention for every ചെറിയ ഷോട്ട് എടുക്കാനും he has never left it to somebody else. അങ്ങനെ ഒരു ഇൻവോൾവ്മെൻറ്റോട് ചെയ്ത ഫിലിമാണ്. As Mahuka said, it's now all in the hands of the audience. Censors are also through, so eagerly waiting for Patriot. Mahuka, ഇപ്പോൾ മമ്മൂക്കയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്, ലാലേട്ടനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഡയറക്ടറുടെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ പലപ്പോഴും ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യും, ഇവർ രണ്ടുപേരുള്ള സാമ്യങ്ങളും അല്ലെങ്കിൽ രണ്ടുപേരുടെയും ക്വാളിറ്റീസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇവരുടെ വർക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ബോഡി ഓഫ് വർക്ക് കണ്ട ആളാണ്. ഇവരുടെ സാമ്യം എന്താണ്? ഇവരെ തരംതിരിക്കുന്നത് എന്താണ്? സാമ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റോൾ പലവിധമായ റോൾ കിട്ടിയിട്ട് അതിനെ പെർഫോം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ചെറിയ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒരുമാതിരി 500ഓളം പടങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജോക്ക്. അത് നിങ്ങൾ ഇവരുടെ വെറൈറ്റിയാണ്, ഇവർ കൊണ്ടുവരുന്ന വെറൈറ്റി. The last couple of years, Mamuka has become a, if you compare India, ഏറ്റവും important actor who's taking risks, whether it's Kathal on one side or Brahmayugam on one side, and putting his own money in all this is where I do India, ഈ റേഞ്ചിൽ ചെയ്യാനായി. At the same time, Mohanlal's is known all over India as the actor who's ഏറ്റവും ഈസി ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്ക്. അപ്പം ഇങ്ങനത്തെ to retain your enthusiasm is very very difficult. പല ആക്ടേഴ്സും they start as interesting people. ഒരു കാലഘട്ടം ശേഷം they become repetitive and they become caricatures of themselves. ഇത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. But I can only say that if Mamuka allows me to use a halal word, he is growing as fine wine, getting better and better. And I don't know what he's eating and what his wife is cooking for him, but his skin seems to get clearer after every treatment. I don't know what he's treating, but he's looking better and better. His hair is glowing, everything is glowing, and inside also it looks like he's got a light inside. Though it's a great thing because 20 കൊല്ലം മുമ്പിൽ he used to keep ragging me. ഈ ഡ്രസ്സൊക്കെ കറക്റ്റാണോ, ഞാൻ ഐശ്വര്യ റായുടെ കൂടെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ശരിയാവുമോ എന്നൊക്കെ. ഇപ്പം ഐശ്വര്യ റായ് ഈസ് മേ ബി ഹീ സ്റ്റിൽ ലുക്കിംഗ് യങ്. സോ അങ്ങനെ ഒരു ഭയങ്കര ഒരു ചാമാണ്. ബട്ട് ഓൾസോ എ വെരി ഷാർപ്പ് ഇൻ്റലക്ട് ആൻഡ് വളരെ പ്രിസൈസ് ആയിട്ട്. I enjoy his interviews. I think Mamuka has become, of late, he has become Saint Mamuka. He's giving a lot of perfect meme bites of knowledge. I think that's a very great thing. Randuverum are, cracking it. And it's fantastic for the industry. ഈ പടത്തിൽ നമുക്കൊരു ചാൻസ് കിട്ടാനായിട്ട് മഹേഷ് വിളിച്ചത്
എനിക്ക് നന്ദിയേ പറയാനുള്ളൂ. ഒരു റിലക്റ്റന്റ് ആക്ടർ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അഭിനയിക്കാൻ അത്ര താല്പര്യം. അപ്പൊ എന്ത് പറഞ്ഞാണ് മഹേഷ് വീഴ്ത്തിയത്? അല്ല, സ്ക്രിപ്റ്റ് നമ്മളെ വീഴ്ത്തി. ഇത് പ്യൂർലി ഇതായിട്ടാണ്. ഞാനിങ്ങനെ എപ്പോഴും ആക്ട് ചെയ്യാനൊന്നും പോകാറില്ല. സംതിങ് വർത്ത് വൈൽ ആൻഡ് ദ ഡയറക്ടർ ഇസ് വർത്ത് വൈൽ ബിക്കോസ് ഞാൻ 2-3 പടത്തിൽ ആക്ട് ചെയ്ത് ഭയങ്കര കഷ്ടപ്പെട്ടു പോയി. ഇറ്റ്സ് എ ടെറിബിൾ ടോർച്ചർ. യു ക്യാൻ ഷൂട്ട് എ ബാഡ് സീൻ, ബട്ട് ആക്ടിങ് എ ബാഡ് സീൻ ഇസ് വെരി വെരി ബാഡ്. So I am very careful with that, but